കള്ളൻ തന്ത്രി കള്ളര് രാജീവര് അറസ്റ്റിൽ. ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട കേസിൽ കള്ളത്തിരുമാലി ശബരിമല തന്ത്രി കള്ളര് രാജീവര് അറസ്റ്റിൽ. ഇതാണ് പത്മകുമാർ എന്ന് പറഞ്ഞത് ദേവതുല്യനായ ഒരാളാണ് ഇതിലെ പെരുങ്കള്ളൻ എന്ന്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ കൊച്ചിയിലെ SIT ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനാണ് രാജീവരെ വിളിപ്പിച്ചത്. അതിനുശേഷമായിരുന്നു അറസ്റ്റ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റിന് ശേഷം തന്ത്രിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു. വളരെ രഹസ്യമായാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്തത്. തുടക്കം മുതൽ തന്ത്രിയുടെ ഇടപെടൽ സംശയാസ്പദമായിരുന്നു എങ്കിലും അതീവ രഹസ്യമായ നീക്കമാണ് SIT നടത്തിയത്. പോറ്റിക്ക് കക്കുവാൻ സകല ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ കള്ളത്തന്ത്രിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണെന്നും അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും എന്നാണ് SITയുടെ ഭാഷ്യം. പോറ്റിയും തന്ത്രിയും പ്ലാൻ ചെയ്തു തന്നെയാണ് സകല സ്വർണ്ണക്കൊള്ളയും ശബരിമലയിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഇന്നും തുടങ്ങിയതല്ല എന്നും വിവരമുണ്ട്. തന്ത്രപരമായ നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത്. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കുവാൻ SIT ശ്രദ്ധിച്ചു. മുൻകൂർ ജാമ്യം തടയുവാനുള്ള ഒരു നീക്കമായിരുന്നു ഇത്. തന്ത്രി നൽകിയ അനുമതികളെല്ലാം സംശയാസ്പദമാണെന്നാണ് റിപ്പോർട്ട്. അനുമതി എല്ലാത്തിലും നിർബന്ധമാണ്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ അനുമതി കൊടുത്തില്ലെന്നായിരുന്നു തന്ത്രി രാജീവരുടെ ആദ്യവാദം. എന്നാൽ ചില സ്പോൺസർഷിപ്പുകളിൽ നൽകിയ അനുമതി സംശയകരമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അനുമതി ആവശ്യമാണ്. ദേവസ്വം വിജിലൻസ് ഒരു ഘട്ടത്തിൽ തന്ത്രിയെ വിശ്വാസത്തിൽ എടുത്താണ് മുന്നോട്ട് പോയത്. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്താണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കൊച്ചിയിലെ SIT ഓഫീസിൽ ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കള്ളൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തു. ഇതിന്റെ ഭാഗമായുള്ള ECIR അഥവാ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് EDയുടെ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്തു. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ PMLA വകുപ്പുകൾ പ്രകാരമാണ് ECIR ഇട്ടിരിക്കുന്നത്. ഈ തരവഴി കാണിക്കുന്ന തന്ത്രിയെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് ശബരിമലയിൽ പൊന്നും പണവും ഒക്കെ സൂക്ഷിക്കുന്നത്? വേലി തന്നെ വിളവ് തുടങ്ങിയാൽ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ അരിഞ്ഞാണം പോലും സുരക്ഷിതമല്ല. 2006 ഇതുപോലൊരു കണ്ഠരര് മോഹനര് ഫ്ളാറ്റിൽ പെണ്ണുപിടിക്കാൻ പോയി അവിടെ OCRും കോഴിക്കാലും ഒക്കെ കടിച്ചു പറിച്ചു കൊണ്ടിരുന്നപ്പോൾ ട്രാപ്പിലായിരുന്നു. അവസാനം അവൻ കാശ് കൊടുത്ത് ഊരിപ്പോയി. ഇവന്മാരെല്ലാം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കള്ളര് രാജീവർക്ക് മോഷ്ടിക്കുവാൻ ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? ഇവന്റെ പൂർവികരും ഒരുപക്ഷെ ഈ പണിയൊക്കെ തന്നെയായിരിക്കും കാണിച്ചിട്ടുള്ളത്. അതിനും വിശദമായ ഒരു അന്വേഷണം വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.